ബ്ലൂ എസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിഗ്രി പ്രിലിംസ് എക്സാമുകൾക്ക് അതുപോലെ 10th പ്രിലിംസ് എക്സാമുകൾക്കൊക്കെ തയ്യാറെടുക്കുന്നവർക്കായിട്ടുള്ളൊരു ക്ലാസ്സാണിത്. അപ്പം 30 ക്വസ്റ്റ്യൻ നമ്മൾ ഒരു മോക്ക് ടെസ്റ്റ് കൂടെ നമുക്ക് നടത്താം. നിങ്ങൾക്ക് 30 ക്വസ്റ്റ്യനിൽ എത്ര ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്നും കൂടെ കമൻറ്റായിട്ട് അറിയിക്കുക. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടും കൂടെ നോക്കുക. അതുപോലെ ആദ്യമായിട്ട് ഈ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ ക്ലാസ് ഉപകാരപ്പെടുകയാണ് തീർച്ചയായും ലൈക്ക് ചെയ്യാം. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. 30 ക്വസ്റ്റ്യൻ നോക്കുക, അത് കഴിഞ്ഞുള്ള നമുക്ക് ക്ലാസ് ആയിട്ട് തന്നെ എടുക്കാം. 30 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടൂടെ നോക്കുക. അപ്പം ക്ലാസ്സിലേക്ക് കടക്കാം. കോൺഗ്രസ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയത് എന്നാണ്? കോൺഗ്രസ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയത് എന്നാണ് കോൺഗ്രസ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയത്? ഓപ്ഷൻ എ 1942 ഓഗസ്റ്റ് 8-നാണ്. 1942 ഓഗസ്റ്റ് 8-നാണ് കോൺഗ്രസ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയത്. ഇനി ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ ഡി ബാലഗംഗാധര തിലകാണ്. ബാലഗംഗാധര തിലകാണ് ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. ഇനി സിനിമാ പ്രോജക്റ്റുകളുടെ പ്രവർത്തന തത്വം. സിനിമാ പ്രോജക്റ്റുകളുടെ പ്രവർത്തന തത്വം എന്താണ്? ഓപ്ഷൻ എ വിഭംഗനമാണ്. വിഭംഗനമാണ് സിനിമാ പ്രോജക്റ്റുകളുടെ പ്രവർത്തന തത്വം. ഇനി കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല ഏതാണ്? ഏത് ജില്ലയാണ്? ഓപ്ഷൻ ബി തൃശൂർ ജില്ലയാണ്. ഏത് ജില്ലയാണ്? തൃശൂർ ജില്ലയാണ്. ഇനി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. ഗവർണറാണ് നിയമിക്കുന്നത്. ഇനി കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസലാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. ഇനി ടോയ്ലറ്റുകളിൽ നിന്നും ഉത്ഭവിക്കുന്നതും മനുഷ്യ മാലിന്യങ്ങൾ അടങ്ങിയതുമായ മലിനജലമാണ്. ടോയ്ലറ്റുകളിൽ നിന്നും ഉത്ഭവിക്കുന്നതും മനുഷ്യ മാലിന്യങ്ങൾ അടങ്ങിയതുമായ മലിനജലമാണ് ബ്ലാക്ക് വാട്ടർ എന്ന് പറയുന്നത്. എന്താണ് ബ്ലാക്ക് വാട്ടർ എന്ന് പറയുന്നത്? ഇനി പശ്ചിമഘട്ടം ഒരു പ്രണയകഥ എന്നത് ആരുടെ ആത്മകഥയാണ്? പശ്ചിമഘട്ടം ഒരു പ്രണയകഥ എന്നത് ആരുടെ ആത്മകഥയാണ്? മാധവ് ഗാഡ്ഗിലിന്റെ ആത്മകഥയാണ്. മാധവ് ഗാഡ്ഗിലിന്റെ ആത്മകഥയാണ്. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഇന്ത്യയിൽ ഉയർന്നു വന്ന ആദ്യത്തെ ബഹുജന സമരം ഏതാണ്? ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഇന്ത്യയിൽ ഉയർന്നു വന്ന ആദ്യത്തെ ബഹുജന സമരം ഏതാണ്? ആദ്യത്തെ ബഹുജന സമരം ഏതാണ്? 1857-ലെ ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ്. 1857-ലെ ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ്. ഇനി ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റുവാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത്. ഇനി ഇന്ത്യയുടെ ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഉപദ്വീപീയ പീഠഭൂമിയാണ് ഇന്ത്യയുടെ ഭൂപ്രകൃതി വിഭാഗം. ഇനി 1923-ൽ പാലക്കാട്ട് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? 1923-ല് പാലക്കാട്ട് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? ഓപ്ഷൻ എ സരോജിനി നായിഡു ആണ്. സരോജിനി നായിഡു ആണ് 1923-ൽ പാലക്കാട്ട് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത്. ഇനി ക്വിറ്റ് ഇന്ത്യ സമരം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ്. റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്വിറ്റ് ഇന്ത്യ സമരം അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? ഓഗസ്റ്റ് പ്രക്ഷോഭം എന്നാണ്. ഓഗസ്റ്റ് പ്രക്ഷോഭം എന്നാണ്. ഇനി കേരള സർക്കാർ സംസ്ഥാന രൂപീകരണത്തിന്റെ വജ്ര ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ആരംഭിച്ച നവകേരള മിഷൻ ഉദ്ഘാടനം ചെയ്തത് ആരാണ്? കേരള സർക്കാർ സംസ്ഥാന രൂപീകരണത്തിന്റെ വജ്ര ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ആരംഭിച്ച നവകേരള മിഷൻ ഉദ്ഘാടനം ചെയ്തത് ആരാണ്? പി സദാശിവനാണ്. പി സദാശിവനാണ്. ഇനി വൈദ്യുത ഉൽപാദനം ഏത് മേഖലയിൽ ഉൾപ്പെടുന്നു? വൈദ്യുത ഉൽപാദനം ഏത് മേഖലയിലാണ് ഉൾപ്പെടുന്നത്? ഏത് മേഖലയിലാണ് ഉൾപ്പെടുന്നത്? ദ്വിതീയ മേഖലയിലാണ് വൈദ്യുത ഉൽപാദനം ഉൾപ്പെടുന്നത്. ഇനി പങ്കാളിത്ത പെൻഷന് പകരം കേരള സർക്കാർ 2025-26 നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? പങ്കാളിത്ത പെൻഷന് പകരം കേരള സർക്കാർ 2025-26 നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? അഷ്വേർഡ് പെൻഷൻ പദ്ധതിയാണ്. അഷ്വേർഡ് പെൻഷൻ പദ്ധതിയാണ്. ഉഷ്ണമേഖലയിൽ ശൈത്യകാലവും ഉഷ്ണകാലവും തമ്മിലുള്ള
താപനിലയിലെ വ്യത്യാസം പൊതുവെ എങ്ങനെയായിരിക്കും? ഉഷ്ണമേഖലയിൽ ശൈത്യകാലവും ഉഷ്ണകാലവും തമ്മിലുള്ള താപനില വ്യത്യാസം പൊതുവെ എങ്ങനെയായിരിക്കും? മിതമായിരിക്കും. മിതമായിരിക്കും. കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്നത് എന്നാണ്? 1957 ഏപ്രിൽ 5-നാണ്. 1957 ഏപ്രിൽ 5-നാണ്. ഇനി കൃത്രിമമായി നിർമ്മിച്ച ആദ്യ മൂലകം ഏതാണ്? നിർമ്മിച്ച ആദ്യ മൂലകം ഏതാണ്? ഏത് മൂലകമാണ്? ഓപ്ഷൻ സി ടെക്നീഷ്യം ആണ്. അതാണ് ടെക്നീഷ്യം. ഇനി ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? എം വിശ്വേശ്വരയ്യാണ്. ആരാണ്? എം വിശ്വേശ്വരയ്യാണ് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് ചിഹ്നം ഏതാണ്? ആനയാണ്. ഓപ്ഷൻ സി ആനയാണ് ചിഹ്നം. കേരളത്തിലെ കേരയിൽ പദ്ധതി ഏത് നഗരങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്? ഏത് നഗരങ്ങളെയാണ്? തിരുവനന്തപുരം, കാസർഗോഡ്. കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത് ഏതാണ്? ഓപ്ഷൻ എ ഇടമലക്കുടിയാണ് കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത്. സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണ്? ഓപ്ഷൻ ബി വൈകുണ്ഠസ്വാമികളാണ് സമത്വ സമാജം സ്ഥാപിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, നഗരപാലിക സംവിധാനത്തിലെ അടിസ്ഥാന സഭ ഏതാണ്? വാർഡ് സഭയാണ്. ഏതാണ്? വാർഡ് സഭയാണ്. സഹാറ മരുഭൂമിയിൽ നിന്ന് ആഫ്രിക്കയുടെ കെനിയ തീരത്തേക്ക് വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് ഏതാണ്? ആഫ്രിക്കയുടെ കെനിയ തീരത്തേക്ക് വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് ഏതാണ്? ഓപ്ഷൻ സി ഹർമാറ്റൻ ആണ്. സഹാറ മരുഭൂമിയിൽ നിന്നും ആഫ്രിക്കയുടെ കെനിയ തീരത്തേക്ക് വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ്. ഇനി ലോക മണ്ണ് ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഡിസംബർ 5-ന് ആണ്. വേഗമേറിയതും കൂടുതൽ ഉൾക്കൊള്ളുന്നതും സുസ്ഥിരമായ വളർച്ച എന്നത് ഏത് പദ്ധതിയുടെ മുദ്രാവാക്യമായിരുന്നു? വേഗമേറിയതും കൂടുതൽ ഉൾക്കൊള്ളുന്നതും സുസ്ഥിരമായ വളർച്ച എന്നത് ഏതു പദ്ധതിയുടെ മുദ്രാവാക്യമായിരുന്നു? 12ാം പഞ്ചവത്സര പദ്ധതിയായിരുന്നു. ഏതാണ്? 12ാം പഞ്ചവത്സര പദ്ധതി. സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന പട്ടണം ഏതാണ്? ഓപ്ഷൻ ബി ഡെറാഡൂൺ ആണ്. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഭൂരിഭാഗം നദികളും പതിക്കുന്ന സമുദ്രം ഏതാണ്? ബംഗാൾ ഉൾക്കടലാണ് ഉപദ്വീപീയ പീഠഭൂമിയിലെ ഭൂരിഭാഗം നദികളും പതിക്കുന്ന സമുദ്രം. അപ്പൊ നമ്മൾ 30 ക്വസ്റ്റ്യൻ നമ്മൾ നോക്കി. ഈ 30 ക്വസ്റ്റ്യനിൽ എത്ര ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന് കൂടെ കമന്റ് ആയിട്ട് അറിയിക്കാം. നമുക്ക് അല്ലാതെ കുറച്ച് ക്വസ്റ്റ്യൻ കൂടി നോക്കാം. അന്താരാഷ്ട്ര സമുദ്ര ദിനം എന്നാണ്? ജൂൺ 8-നാണ്. ഇനി സൈലന്റ് വാലി പദ്ധതിക്കെതിരെ നടന്ന സമരം നയിച്ച പ്രശസ്ത കവി ആരാണ്? സുഗതകുമാരിയാണ്. ലോക ബാങ്കിന്റെ ആപ്തവാക്യം എന്താണ്? ദാരിദ്ര്യരഹിതമായ ഒരു ലോകത്തിനു വേണ്ടി. ലോക ബാങ്കിന്റെ ആപ്തവാക്യം. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ സമുദ്ര ജലപാത ഏതാണ്? നോർത്ത് അറ്റ്ലാന്റിക് പാതയാണ്. ഏതാണ്? നോർത്ത് അറ്റ്ലാന്റിക് പാതയാണ്. അറബിക്കടൽ ഏത് സമുദ്രത്തിന്റെ ഭാഗമാണ്? ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗമാണ് അറബിക്കടൽ.
എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് 4 വർഷം കൊണ്ട് അവസാനിച്ചത്? എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയായിരുന്നു 4 വർഷം കൊണ്ട് അവസാനിച്ചത്? 5ാം പഞ്ചവത്സര പദ്ധതിയാണ്. അപ്പൊ 5ാം പഞ്ചവത്സര പദ്ധതി എത്രയാണ്? 4 വർഷം കൊണ്ടാണ് അവസാനിച്ചത്. എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് 4 വർഷം കൊണ്ട് അവസാനിച്ചത്? 5ാം പഞ്ചവത്സര പദ്ധതിയാണ്. കേരളത്തിലെ ആദ്യത്തെ കേരള മന്ത്രിസഭയിലെ ആകെ വനിതാ അംഗങ്ങളുടെ എണ്ണം എത്രയായിരുന്നു? ആദ്യത്തെ കേരള മന്ത്രിസഭയിലെ ആകെ വനിതാ അംഗങ്ങളുടെ എണ്ണം എത്രയായിരുന്നു? 6 ആറായിരുന്നു. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിക്കപ്പെടുന്നത് എന്നാണ്? ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിക്കപ്പെടുന്നത് എന്നാണ്? 1930-ലാണ്. എന്നാണ്? 1930-ലാണ്. ഭരണഘടനാ സഭയുടെ ആദ്യ സമ്മേളനം എന്നാണ്? ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നതെന്നാണ്? 1946 ഡിസംബർ 9-നാണ്. എന്നാണ്? 1946 ഡിസംബർ 9-നാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത്. ഇനി ആദ്യത്തെ കേരള മന്ത്രിസഭയിലെ ഏക വനിത ആരായിരുന്നു? കേരളത്തിലെ ആദ്യത്തെ കേരള മന്ത്രിസഭയിലെ ഏക വനിത ആരായിരുന്നു? KR ഗൗരിയമ്മയായിരുന്നു. ആരായിരുന്നു? KR ഗൗരിയമ്മ ആയിരുന്നു. കേരളത്തിലെ മാമ്പഴ നഗരം എന്നറിയപ്പെടുന്നത് മുതലമടയാണ്. എവിടെയാണ്? പാലക്കാടാണ്. എവിടെയാണ്? പാലക്കാടാണ്. ദക്ഷിണ സമുദ്രം എന്നറിയപ്പെടുന്നത് അന്റാർട്ടിക് സമുദ്രമാണ്. അന്റാർട്ടിക് സമുദ്രമാണ് ദക്ഷിണ സമുദ്രം എന്ന് അറിയപ്പെടുന്നത്. വാർദ്ധക്യകാല പെൻഷൻ ലഭിക്കുന്നതിനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം എത്രയാണ്? വാർദ്ധക്യകാല പെൻഷൻ ലഭിക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ്? 60 വയസ്സാണ്. എത്രയാണ്? 60 വയസ്സാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി ഏതാണ്? തെന്മലയാണ്. ഏതാണ്? കൊല്ലമാണ്. തെന്മലയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി. കൊച്ചിയിലെ അവസാന ദിവാൻ ആരായിരുന്നു? CP കരുണാകര മേനോനായിരുന്നു കൊച്ചിയിലെ അവസാന ദിവാൻ. ഇന്ത്യയുടെ സുഗന്ധവ്യഞ്ജന തോട്ടം ഏതാണ്? ഇന്ത്യയുടെ സുഗന്ധവ്യഞ്ജന തോട്ടം എന്നറിയപ്പെടുന്നത് കേരളമാണ്. ഏതാണ്? കേരളമാണ്. സംസ്ഥാന ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് ആരാണ്? സംസ്ഥാന ഗവർണറാണ്. ആരാണ്? സംസ്ഥാന ഗവർണറാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യന് തിരുക്കൊച്ചിയിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു? TK നാരായണപിള്ളയായിരുന്നു. തിരുക്കൊച്ചിയിലെ ആദ്യത്തെ മുഖ്യമന്ത്രി. പരുത്തി കൃഷി ചെയ്യുന്ന കേരളത്തിലെ ഏക സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? പരുത്തി കൃഷി ചെയ്യുന്ന കേരളത്തിലെ ഏക സ്ഥലം ഏതാണ്? ചിറ്റൂരാണ്. എവിടാണ്? ചിറ്റൂരാണ്. ഇവിടാണ്? പാലക്കാട് ജില്ലയിലാണ്. ക്ലാസ് ഉപകാരപ്പെടുകയാണ്. തീർച്ചയായും ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങൾ കമന്റുകളായിട്ട് അറിയിക്കുക. താങ്ക് യു.